വെൽക്കം, റഹ്മാനാണ്. ഈ വീഡിയോ മോണോക്ലോണൽ ആന്റിബോഡീസ് മരുന്നുകളെ കുറിച്ചിട്ടാണ്. ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ ആണ് നമ്മൾ പറയാം. സോ ആദ്യം എന്താണ് ഈ മോണോക്ലോണൽ ആന്റിബോഡീസ് എന്നൊന്ന് പറയണം. ദെൻ അതിനു മുമ്പ് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ലോകത്ത് ഇന്നിപ്പോൾ അനുമതി നേടി പുറത്തിറങ്ങുന്ന മരുന്നുകളിൽ, പുതിയ മരുന്നുകളിൽ 50% മുകളിൽ, ചിലപ്പോൾ അതിന് മുകളിലാണ് മോണോക്ലോണൽ ആന്റിബോഡി വിഭാഗം മരുന്നുകളാണ്. ആദ്യകാലത്ത് ഇത് ഇറങ്ങിയത് ഇമ്മ്യൂണോസപ്രസന്റ് മരുന്നുകളായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ക്യാൻസർ മുതൽ മൈഗ്രെയിൻ, അൽഷീമേഴ്സ്, ഓസ്റ്റിയോപോറോസിസ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ രോഗങ്ങൾക്കും ഇപ്പോൾ മാപ്സ് എന്നാണ് പറയാം. മാപ്സ് മോണോക്ലോണൽ ആന്റിബോഡീസ് വിഭാഗം മരുന്നുകളാണ് പുറത്തിറങ്ങുക. സോ ഇത് മരുന്നിന്റെ പേര് വായിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്, പറയാനും ബുദ്ധിമുട്ടാണ്. വായിച്ചാൽ തന്നെ ഏത് രോഗത്തിനുള്ളതാണ് എന്ന് തിരിച്ചറിയാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതൊക്കെ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാം. സോ അതിനുള്ള മാർഗങ്ങൾ എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാക്കാം. സോ നമ്മളിവിടെ ടെക്നിക്കലായിട്ടുള്ള നിർമ്മാണ രീതി അല്ലെങ്കിൽ ബയോടെക്നോളജിക്കൽ ആസ്പെക്ട്സ് ഒന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ ഫാർമക്കോളജി മാത്രമാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു ശരീരബാഹ്യ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു സബ്സ്റ്റൻസ്, നമ്മൾ അതിനെ വിളിക്കുക ആന്റിജൻ എന്നാണ്. നമ്മൾ അതിനെ വിളിക്കുക ആന്റിജൻ എന്ന് വെച്ചാൽ ആന്റിബോഡി ഉണ്ടാക്കുന്ന ജനറേറ്റിംഗ് സബ്സ്റ്റൻസ് ആണ് ജി. സോ ഇങ്ങനെ ഒരു ആന്റിജൻ നമ്മുടെ ശരീരത്തിൽ വന്നാൽ ഇതാണ് ആന്റിജൻ എന്ന് കരുതുക. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, പ്രതിരോധ കോശങ്ങൾ, സോ ഇത് പ്രതിരോധ കോശങ്ങളാണ്, ടി സെൽസ് ആണ്. ഇത് ആക്ടിവേറ്റഡ് ആകും. ടി സെൽസ് ആക്ടിവേറ്റഡ് ആവുന്നു, അവസാനം അത് ബി സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, അതിൽ നിന്നൊരു ആന്റിബോഡി ഉണ്ടാക്കിയെടുക്കും. സോ ഇവിടെ ബി സെൽസ് ആണ് ആന്റിബോഡി ഉണ്ടാക്കിയെടുക്കും. ആന്റിബോഡി ഷേപ്പ് ഇതാണ്. ആന്റിബോഡി ഇതിന്റെ ഷേപ്പ് ഒരു വൈ ഷേപ്പ് ആണ്, വൈ ഷേപ്ഡ് ആന്റിബോഡി. ഇനി നമ്മൾ ഈ ആന്റിബോഡിയെ ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിനൊരു വാൽ ഭാഗമുണ്ട്. ഇതാണ് ഇതിന്റെ വാൽ ഭാഗം എന്ന് പറയാം. വാൽ ഭാഗത്തെ നമ്മൾ വിളിക്കുക FC പോർഷൻ എന്നാണ്. FC പോർഷൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് റീജിയൻ എന്നും നമ്മൾ അതിനെ വിളിക്കും. സോ ഇത് കോൺസ്റ്റന്റ് ആയിരിക്കും. ആൻഡ് ഈ വൈ പോലെയുള്ള ഭാഗം ഇതും അതല്ലെങ്കിൽ ഹെഡ് റീജിയൻ, ഇതിനെ നമ്മൾ വേരിയബിൾ റീജിയൻ എന്നാണ് പറയുന്നത്. ഇത് മാറിക്കൊണ്ടേയിരിക്കും, വേരിയബിൾ റീജിയൻ എന്ന് വിളിക്കും. സോ ഇവിടെ ആണ് ഈ ആന്റിജൻ വന്ന് ഒട്ടിച്ചേരുക. സോ ഇതാണ് നമ്മുടെ ആന്റിജൻ എന്ന് പറയുന്ന സാധനം ഇവിടെ വന്ന് ഒട്ടിച്ചേരും. സോ ഈ ഭാഗത്തെ നമ്മൾ ഫാബ് റീജിയൻ എന്ന് വിളിക്കും. സോ ദിസ് ഏരിയ ഈസ് വേരിയബിൾ റീജിയൻ. നമ്മൾ ഫാബ്, ഇതും ഒരു ഫാബാണ്, ഇതും ഒരു ഫാബാണ്. ആൻഡ് ഇനി നമ്മൾ ആന്റിജനെ നോക്കി കഴിഞ്ഞാൽ ഈ ആന്റിജൻ ആന്റിബോഡിയിൽ വന്ന് ഒട്ടിച്ചേരാനുള്ള ഒരു ഭാഗമുണ്ട്. സോ അതിനെ ഇതിന്റെ എപ്പിടോപ്പ് എന്നാണ് വിളിക്കുക. എപ്പിടോപ്പ് ഓഫ് ആന്റിജൻ എന്ന് വിളിക്കും. ആൻഡ് ഫാബാഗത്ത് വന്ന് ഒട്ടിച്ചേരുന്നു പറഞ്ഞു. ആ എപ്പിടോപ്പ് ബൈൻഡിങ് റീജിയനെ, ഇതിനെ നമ്മൾ അതിനെ പാരാടോപ്പ് എന്നാണ്. പാരാടോപ്പ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആന്റിജൻ ആണ് ഇവിടെ വന്ന് ഒട്ടിച്ചേരാനായിട്ട് പറ്റുള്ളൂ. സോ എപ്പിടോപ്പ് ഓഫ് ആന്റിജൻ ബൈൻഡ്സ് ടു ദ പാരാടോപ്പ് ഓഫ് ആന്റിബോഡി. ഇനി ഡിഫറെന്റ് ആന്റിജൻസ് വിത്ത് ഡിഫറെന്റ് എപ്പിടോപ്പ്. സോ ഇതൊരു എപ്പിടോപ്പാണ് നമ്മൾ വരുന്നത്. ഇതേപോലെ ഇവിടെ വേറൊരെണ്ണം നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ വേറൊരു ആന്റിജന് വേറൊരു എപ്പിടോപ്പ് വരയ്ക്കാം. വരുന്ന ഓരോ ആന്റിജനും ഓരോ എപ്പിടോപ്സ് ഉണ്ടെങ്കിൽ ഓരോ ആന്റിജനിൽ തന്നെ വിവിധ തരം എപ്പിടോപ്സ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ വിവിധ തരം സെല്ലുകളിൽ ഇതിന് വന്ന് ഒട്ടിച്ചേരാൻ പറ്റും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബി സെൽ. സോ അപ്പൊ ഈ ബി സെൽസ് അതിനെതിരെ ഓരോ ഡിഫറെന്റ് ടൈപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഈ എപ്പിടോപ്പിൽ വന്ന് ഒട്ടിച്ചേരാൻ പറ്റിയ ഒരു പാരാടോപ്പുള്ള ബി സെൽസ് ഉണ്ടാക്കിയെടുക്കണം. സോ ഇങ്ങനെ ഇഷ്ടംപോലെ ഒട്ടിച്ചേരാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുക പോളിക്ലോണൽ ആന്റിബോഡീസ് എന്നാണ് വിളിക്കുക. സോ എല്ലാ ആന്റിബോഡീസും വ്യത്യസ്തമായ ആന്റിജനിൽ പോയായിരിക്കും ഒട്ടിച്ചേരുക. സോ അതിന് പോളിവാലന്റ് ആണ്, പോളിവാലന്റ് അഫിനിറ്റി ഉള്ളതാണ്. സോ ഇതാണ് പോളിക്ലോണൽ ആന്റിബോഡി. നമുക്കിതല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? മോണോക്ലോണൽ ആന്റിബോഡീസിനെ പറ്റിയാണ് നമുക്ക് പറയാം. സോ നമ്മുടെ ഇപ്പോൾ ഒരു ആന്റിജൻ വരികയാണെന്ന് വിചാരിക്കുക, അത് ഒരു ടി സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്തു, അത് ഒരു ബി സെല്ലിനെ ആക്ടിവേറ്റ്. അപ്പോൾ നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ബി സെൽ, ഇപ്പോൾ ഇതൊരു ബി സെല്ലാണെന്ന് വെച്ചാൽ ഇതിനെ ആക്ടിവേറ്റ് ചെയ്താൽ അതിൽ നിന്നൊരു പ്രത്യേകമായിട്ടുള്ള സംഭവം മാത്രമായിരിക്കും പുറത്തു വരിക. ഇനി അതിൽ മാത്രം ഉണ്ടാക്കുന്ന ഒരു ബി സെല്ലിനെ നമ്മൾ തിരഞ്ഞെടുക്കാന്ന് വിചാരിക്കുക. ബി സെല്ലിനെ നമ്മൾ തിരഞ്ഞെടുത്ത് പ്രത്യേകമായിട്ട് ഈ ബി സെല്ലിനെ വീണ്ടും ബി സെൽസ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സോ നമുക്ക് സെയിം ക്ലോൺ ഓഫ് ബി സെൽസിന്റെ ഒരു സെയിം ക്ലോൺ ഉണ്ടാക്കിയെടുത്താൽ ഇതിൽ നിന്ന് വരുന്ന ആന്റിബോഡി എല്ലാം ഒരേപോലെയുള്ള ആന്റിബോഡി ആയിരിക്കും. സോ വി ആർ ഗ്രോയിങ് സെയിം ക്ലോൺ ഓഫ് ബി സെൽസിനെ ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നുണ്ടാവുന്ന ആന്റിബോഡീസ് എല്ലാം ഒരേപോലെ ഇരിക്കും, എല്ലാ കാര്യത്തിലും സിമിലർ ആയിരിക്കും. ഇതേപോലെ തന്നെ വേറൊരു ബി സെൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ളത് ഒരേപോലെ ആയിരിക്കും, പക്ഷേ ഇതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും എന്നുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. പക്ഷേ ഇവിടെ ഉണ്ടാവുന്ന എല്ലാം ഐഡന്റിക്കൽ ആയിരിക്കും. സോ ആന്റിബോഡീസ് ഫ്രം എ സിംഗിൾ ക്ലോൺ ഓഫ് ബി സെൽസ് വിൽ ബി പ്രൊഡ്യൂസിങ് സെയിം ടൈപ്പ് ഓഫ് ആന്റിബോഡീസ്. സോ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ മോണോക്ലോണൽ ആന്റിബോഡീസ് എന്ന് നമ്മൾ വിളിക്കുക. സോ ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള ഒരേ തരം ആന്റിബോഡീസ് ഒബ്റ്റെയിൻ ഫ്രം എ സിംഗിൾ ക്ലോൺ ഓഫ് ബി സെൽസ് ആർ കോൾഡ് ആസ് മോണോക്ലോണൽ ആന്റിബോഡീസ്. സോ ഇതിന്റെ ഓരോ സബ്സെറ്റിൽ നിന്നും ഓരോ ക്ലോണിൽ നിന്നും നമുക്ക് വ്യത്യസ്തമായ മോണോക്ലോണൽ ആന്റിബോഡീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ അങ്ങനെ നമുക്കൊരു വ്യത്യസ്തമായ ഒരു സ്ഥലത്ത് മാത്രം ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന, ഒരു ആന്റിജനിൽ മാത്രം ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന ആന്റിബോഡീസ് നമുക്ക്. സോ അപ്പോൾ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ആർ മോണോക്ലോണൽ ആന്റിബോഡീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോണോക്ലോണൽ ആന്റിബോഡീസ് ആർ പ്യുവർ കളക്ഷൻ ഓഫ് ഐഡന്റിക്കൽ ആന്റിബോഡി മോളിക്യൂൾസ് വിത്ത് സെയിം സ്പെസിഫിസിറ്റി. സോ ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. പ്യുവർ കളക്ഷൻ ഓഫ് ഐഡന്റിക്കൽ ആന്റിബോഡീസ് മോളിക്യൂൾസ് വിത്ത് സെയിം സ്പെസിഫിസിറ്റി. സോ ഇങ്ങനെ ആന്റിബോഡീസ്, മോണോക്ലോണൽ
ആന്റിബോഡീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നും അത് വെച്ച് മരുന്ന് കണ്ടുപിടിച്ചതും പ്രാവർത്തികമാക്കിയതും ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആളുടെ പേര് ജോർജസ് കൊഹ്ലർ. കൊഹ്ലർ ഒറ്റയ്ക്കല്ല, കൂടെ സീസർ മിൽറ്റീൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റും കൂടി 1975 കണ്ടുപിടിച്ചത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു ടൈപ്പ് തന്നെ ബി സെൽ വേണമെങ്കിൽ നമുക്ക് വളർത്തിയെടുക്കാം. പക്ഷെ നമുക്ക് വേഗത്തിൽ ഡിവൈഡ് ചെയ്യുന്ന സെല്ലുകൾ വേണം അല്ലെ, എങ്കിലാണ് നമുക്ക് ആന്റിബോഡീസ് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ വേഗത്തിൽ ഉണ്ടാവുന്ന ഡിവൈഡ് ചെയ്യുന്ന ഒരു സെൽ വേണമെങ്കിൽ നമുക്കതിനെ ക്യാൻസറസ് ആയിട്ടുള്ള ഒരു ബി സെൽ നമുക്ക് വേണം. സോ ക്യാൻസർ ബാധിച്ച ഒരു ബി സെൽ വേണം. സോ അതിന് ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ ബി സെൽ എടുക്കുക, നോർമൽ ആയിട്ടുള്ള ഒരു ബി സെൽ എടുക്കുക, ദെൻ ഒരു മൈലോമ ട്യൂമർ ഉള്ള ഒരു ബി സെൽ എടുക്കുക, രണ്ടും കൂടി ചേർത്തിട്ട് ഒരു ഹൈബ്രിഡ് ബി സെൽ അവരുണ്ടാക്കി. അതിനെയാണ് നമ്മൾ ഹൈബ്രിഡോമ. സോ ഹൈബ്രിഡോമ വേണം. അടിസ്ഥാനപരമായിട്ട് ഹൈബ്രിഡോമ നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ നമുക്ക് അതിൽ നിന്ന് ഒരു മോണോക്ലോണൽ ആന്റിബോഡി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ ഹൈബ്രിഡ് ഓഫ് നോർമൽ ബി സെൽസ് ആൻഡ് മൈലോമ ട്യൂമർ, അതിനെയാണ് നമ്മൾ ഹൈബ്രിഡോമ എന്ന് പറയാം. സോ മോണോക്ലോണൽ ആന്റിബോഡീസിന്റെ ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ എല്ലാം തന്നെ ആന്റിബോഡീസ് ഓഫ് സെയിം ടൈപ്പ് ആണ്. ഒരേ ടൈപ്പ് ആന്റിബോഡീസ് ആണ് ഇവരുടെ കയ്യിലുള്ളത്. ആൻഡ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെയിം ടൈപ്പ് ഓഫ് ബി സെൽസ് ആണ്. എല്ലാം ഉണ്ടാക്കുന്നത് ഒരേപോലെയുള്ള, സോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെയിം ടൈപ്പ് ഓഫ് ബി സെൽസ് ആണ്. സിംഗിൾ ക്ലോൺ ഓഫ് സിംഗിൾ പേരന്റ് സെല്ലിൽ നിന്നാണ് ഇവ എല്ലാം ഉണ്ടാക്കുക. ആൻഡ് ഇങ്ങനെ ഉണ്ടാക്കിയ ആന്റിബോഡി ആൻഡ് ദീസ് ക്യാൻ ബൈൻഡ് ഓൺലി ടു വൺ ആന്റിജൻ. ഒറ്റ ആന്റിജനിൽ മാത്രമേ ബൈൻഡ് ചെയ്യൂ. സെയിം എപ്പിറ്റോപ്പ്, ഒരു എപ്പിറ്റോപ്പ് ഓഫ് ആന്റിജനിൽ മാത്രമേ ഇവയ്ക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ദീസ് ആർ മോണോക്ലോണൽ ആന്റിബോഡീസ്. സോ ദേ ഹാവ് അഫിനിറ്റി ടു ഓൺലി സിംഗിൾ എപ്പിറ്റോപ്പ് ഓഫ് എ ആന്റിജൻ ഓർ പ്രോട്ടീൻ. സോ ഒരേ ഒരു എപ്പിറ്റോപ്പിൽ മാത്രമേ ഒട്ടിച്ചേരാൻ പറ്റൂ എന്നതുകൊണ്ട് സോ ദീസ് ആർ ഹൈലി സ്പെസിഫിക് ആണ്. ആൻഡ് ദീസ് ആർ മോണോവാലന്റ് എന്ന് വിളിക്കും. മോണോവാലന്റ്, മറ്റേത് പോളിവാലന്റ് ആയിരുന്നു, നമുക്കത് ആവശ്യമില്ല. സോ ഇതാണ് മോണോക്ലോണൽ ആന്റിബോഡീസിന്റെ ക്യാരക്ടേഴ്സ്. അപ്പൊ നമുക്ക് ടൈപ്സിനെ പറ്റി പറയാം. ബേസിക്കലി 4 തരമുണ്ട്. 4 തരം എന്ന് പറയുമ്പോൾ ഒന്ന് മ്യൂറൈൻ ആണ്, മ്യൂറൈൻ എന്ന് വിളിക്കാം. ദെൻ കൈമറിക് ഉണ്ട്, കൈമറിക് ടൈപ്പ് ഉണ്ട്. പിന്നെ ഉള്ളത് ഹ്യൂമനൈസ്ഡ് ആണ്, ഹ്യൂമൻ ആയിട്ടില്ല, ഹ്യൂമനൈസ്ഡ് ടൈപ്പ് ഉണ്ട്. ദെൻ നമുക്ക് പ്യുവർ ഹ്യൂമൻ ടൈപ്പ്. സോ ഏത് മോണോക്ലോണൽ ആന്റിബോഡിയുടെ പേര് നോക്കിയാലും അത് അവസാനിക്കുക എന്ന് പറയുന്നത് മാബ് എന്നായിരിക്കും. മാബ്. അപ്പൊ ആദ്യത്തെ മോണോക്ലോണൽ ആന്റിബോഡി ഇതിന്റെ പേര് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പേര് മോണാബ് എന്നാണ്. സോ മാബിലല്ല അത് അവസാനിച്ചത്, മൊനാബ് ആണ്. മ്യൂർമൊനാബ് CD3 എന്നാണ് അതിന്റെ കൃത്യമായിട്ടുള്ള പേര്. ഇതിൽ മുർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മുറൈൻ ആണ്. മുറൈൻ എന്ന് പറയുമ്പോൾ എലികൾ, കുഞ്ഞെലികളാണ്. ദെൻ ആബ്, ഇവിടെയുള്ള ആബ് മീൻസ് ആന്റിബോഡി എന്നാണ് അർത്ഥം. ദെൻ മോൺ മീൻസ് മോണോക്ലോണൽ ആന്റിബോഡി എന്നാണ് അർത്ഥം. ആൻഡ് CD3 എന്ന് വെച്ചാൽ ഏത് സെല്ലാണോ ഇത് ടാർഗറ്റ് ചെയ്യുക. CD3 എന്ന് പറയുമ്പോൾ ഇമ്മ്യൂണോ സെല്ലാണ്. സോ ഇത് വാസ് ഇമ്മ്യൂണോ സപ്രസന്റ് ആയിരുന്നു. ഇത് നമ്മൾ ഉപയോഗിച്ചിരുന്നത് അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി, അതിനൊക്കെ ആയിരുന്നു നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് വൈഡ് വെറൈറ്റി ഓഫ് മാപ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സോ ഇവിടെ പേരിടൽ എന്ന് പറയുന്നത് അതൊരു സിസ്റ്റമാറ്റിക്, അതിന്റെ ഒരു റെഗുലേഷൻ ഒക്കെ വന്നത് ഏകദേശം 2009, 2017 വന്നത്. പക്ഷേ മരുന്നുകളൊക്കെ ഒരുപാട് ഈ 2017 മുമ്പ്, 2009 മുമ്പൊക്കെ മരുന്നുകൾ ധാരാളമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടു ആദ്യത്തെ മരുന്ന് മ്യൂറോമൊനാബ്, നാബാണ് അവസാനിക്കുക. അപ്പൊ ഇനി പേരുകൾ, അതിനുശേഷം അപ്പൊ പേരുകൾ ഇടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പേരും അവസാനിക്കുന്നത് മാബിലാണ്. മാബിലായിരിക്കും എല്ലാം അവസാനിക്കുക. സോ എല്ലാ മരുന്നിന്റെയും പേരിന്റെ അവസാനം മാബാണ്. 3 ലെറ്റർ വാക്ക് മാബ്. ഇനി മാബ് എന്ന 3 അക്ഷരത്തിന് മുമ്പ്, തൊട്ട് മുമ്പ് 2 അക്ഷരങ്ങൾ തൊട്ട് മുമ്പുള്ള 2 അക്ഷരങ്ങൾ. സോ പഴയതിലൊക്കെ ചിലപ്പോൾ 2 അക്ഷരം ഉണ്ടാവും, പുതിയതിൽ ചിലപ്പോൾ 1 അക്ഷരം മാത്രമേ കാണൂ. സോ ഇത് സൂചിപ്പിക്കുന്നത് ഇത് എവിടെ നിന്നാണ്. സോ ദാറ്റ് ഡിനോട്ട്സ് ഇറ്റ് സോഴ്സ് ആണ്. സോഴ്സ് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളത് ആദ്യകാലത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയി. ഇപ്പൊ അധികവും ഹ്യൂമൻ ആണ്. ഹ്യൂമൻ ആയപ്പോഴത്തേക്കും അല്ലെങ്കിൽ ഹ്യൂമനൈസ്ഡ് ആണ്. കാരണം എന്താ വെച്ചാൽ അലർജിയാണ് പ്രശ്നം. ഇപ്പൊ എലികളുടെ ഒക്കെ ആണെങ്കിൽ അലർജി ഉണ്ടാക്കാനുള്ള പ്രശ്നമുണ്ട്. സോ മാബിന്റെ ഇതാണ് ഇപ്പം സ്റ്റെം എന്ന് പറയുക. സ്റ്റെമ്മിന്റെ മുന്നിലുള്ള 2 അക്ഷരങ്ങൾ സാധാരണ രീതിയിൽ ഇപ്പൊ ഇഫ് ഇറ്റ് ഈസ് O, 2 അക്ഷരത്തിന് പകരം ഒറ്റ അക്ഷരം O ആണെങ്കിൽ ദാറ്റ് വിൽ ബി മ്യൂറൈൻ ആയിരിക്കും. മ്യൂറൈൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ചെറിയ എലികളുടെയാണ് മ്യൂറൈൻ എന്ന വാക്ക്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്രി ടു മോ മാ. അപ്പൊ ഈ O മീൻസ് ഇറ്റ് ഈസ് ഫ്രം മ്യൂറൈൻ സോഴ്സ് ആണ് എന്നാണ് ഇതിന്റെ അർത്ഥം. അലർജിക് റെസ്പോൺസ് ഒക്കെ കൂടുതലായിരിക്കാം. പിന്നെ വന്നത് ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് വെറൈറ്റിയിൽ ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. കാറ്റു, മാക്സോ, മാപ്പ്. ഇവിടെ ഒരു A ഉണ്ട്, ഇവിടെ ഒരു O ഉണ്ട്. ദിസ് A ഉദ്ദേശിക്കുന്നത് റാറ്റ് ആയിരുന്നു, എലികളുടെ ആയിരുന്നു. O ഫോർ മൗസ് ആയിരുന്നു. ആൻഡ് X ഇതിന്റെ രണ്ടും കൂടെ ഹൈബ്രിഡ് ആണ്, ഒരു ക്രോസ് എന്ന അർത്ഥത്തിലായിരുന്നു. സോ ഇങ്ങനെയും ഒരു മരുന്നുകൾ നേരത്തേക്ക് ഉണ്ടായിരുന്നു. സോ മ്യൂറൈൻ്റെ നമ്മൾ പറഞ്ഞു O ആണ് അവസാനിക്കുക. അപ്പൊ ഇനി 2
രണ്ടാമത്തെ ടൈപ്പ് നമ്മൾ പറഞ്ഞത് കൈമറിക്കാണ്. കൈമറിക് എന്ന് പറഞ്ഞു കൈമറ എന്ന് വെച്ചാൽ എന്താ, രണ്ട് മൃഗങ്ങൾ കൂടി ചേർന്ന പതിപ്പാണ്. നരസിംഹം അല്ലെ, മനുഷ്യന്റെയും സിംഹവും കൂടി ചേർന്ന നരസിംഹം നമ്മുടെ ബുക്കുകളിലൊക്കെ പുരാണ നോവലിലൊക്കെ ഉണ്ട്. പുരാണ ഗ്രീക്ക് കഥാപാത്രങ്ങളൊക്കെ കൈമറിക്കാണ്. സോ കൈമറിക് എന്ന് പറയുമ്പോൾ ഇതിന്റെ വേരിയബിൾ വിഭാഗം ആ റീജിയൻ മൊത്തം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ, വിഭാഗം ഇരിക്കുകയാണെങ്കിൽ ഇത് കോൺസ്റ്റന്റ്. ഈ വേരിയബിൾ വിഭാഗം മൊത്തം മ്യൂറൈൻ ആയിരിക്കും. ഇത് മനുഷ്യന്റെയാണ്. ദിസ് ഏരിയ ഈസ് മാപ്പ്. അപ്പൊ FC കോൺസ്റ്റന്റ് റീജിയൻ മനുഷ്യന്റെയും ഇത് വേരിയബിൾ റീജിയൻ മ്യൂറൈൻ ആണെങ്കിൽ എലികളുടെ ആണെങ്കിലാണ്. അപ്പൊ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിരിക്കുന്നത്. അതിനായിരിക്കും നമ്മളിപ്പോ കൈമറിക് എന്ന് വിളിക്കുക. മനുഷ്യന്റെ ഭാഗമുള്ളതുകൊണ്ട് കുറെ ആന്റിജൻസിറ്റി കുറഞ്ഞു, കുറെ അലർജിക് പ്രശ്നങ്ങൾ കുറെ അധികം കുറയുകയും ചെയ്യും. സോ ഇവിടെ മാബിന്റെ മുന്നിലുള്ള അക്ഷരം രണ്ടും XI ആണ്. സോ മാബ് എന്ന് തന്നെ എഴുതാം, പക്ഷെ ഇവിടെ O അല്ല XI എന്നാണ് നമ്മൾ ചേർക്കുക. അപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലിക്സി മാബ് എഴുതി കഴിഞ്ഞാൽ XI മീൻസ് ഇറ്റ് ഈസ് കൈമറിക് ആണെന്നാണ്. വേറെ ഉദാഹരണം അബ്സിക്സി മാബിലും നമുക്ക് XI കാണാം. ദെൻ ബേസിലിക്സി മാബ് അതും XI മീൻസ് കൈമറിക് ആണ്. എല്ലാം കൈമറിക് ആണ്. ഇനി മൂന്നാമത്തെ തരം നമ്മൾ പറഞ്ഞു ഹ്യൂമനൈസ്ഡ് ആണ്. ഹ്യൂമന്റെ ഫുൾ അല്ല, പക്ഷെ ഹ്യൂമനൈസ് ചെയ്തിരിക്കുക. അപ്പൊ അതിന് മിറൈൻ പോർഷൻ ഉണ്ട്. അപ്പൊ അത് കുറേയും കൂടി കുറച്ച് കൂടുതൽ ഹ്യൂമൻ ഭാഗം ആഡ് ചെയ്യും. ഇപ്പൊ വേരിയബിൾ റീജിയന്റെ കൂടുതൽ ഭാഗം, ഇപ്പോൾ ഇത് വേരിയബിൾ റീജിയൻ ആണെങ്കിൽ ഇത് അതിന്റെ Y ഭാഗം ആൻഡ് ഇപ്പുറത്തുണ്ടല്ലോ രണ്ടെണ്ണം. ഈ വേരിയബിൾ റീജിയൻ ഈ ഭാഗത്ത് കുറേ നമ്മൾ കുറച്ചു, അവിടെയും കൂടി കുറേ നമ്മൾ എന്ത് ചെയ്തു, മനുഷ്യന്റെ ഹ്യൂമൻ പ്രോട്ടീൻ കൂടി. അപ്പൊ ഡിക്രീസ്ഡ് അലർജി സാധ്യത വീണ്ടും കുറച്ചു. അപ്പൊ ഇവിടം വരെ എന്തായിരിക്കും, ഇവിടം വരെ മൊത്തം ഹ്യൂമൻ ആണ്. അപ്പൊ ഇവിടെ പേരിൽ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ മാബ് തന്നെയാണ് അവസാനം, പക്ഷെ ഇവിടെ ഈ അവസാനം ZU എന്ന വാക്ക് നമ്മൾ സൂ എന്ന വാക്ക് നമ്മൾ ചേർക്കുന്നു. ഉദാഹരണങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ട്രാസു എഴുതുക, ദെൻ സുമാ, അത് അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് ഹ്യൂമനൈസ്ഡ് എന്നാണ്. ബെവാസി സുമാബ്, അതും ഹ്യൂമനൈസ്ഡ് ആണ്. പാലിവി സുമാബ്. സോ സുമാബ് എന്ന് കണ്ടു കഴിഞ്ഞാൽ സുമാബ് ഈസ് ഹ്യൂമനൈസ്ഡ് ആണ് എന്നാണ് അർത്ഥം. ഇനി അവിടെ നിന്ന് മാറി ഇപ്പൊ നമ്മൾക്ക് ഫുള്ളി ഹ്യൂമൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഫുൾ ഈ സംഭവം മൊത്തം മനുഷ്യന്റെയാണ്. അപ്പോൾ അലർജിക് പ്രശ്നങ്ങൾ ഇല്ല അല്ലെങ്കിൽ കുറഞ്ഞു. സോ ഫുള്ളി ഹ്യൂമനൈസ്ഡ് മോണോക്ലോണൽ ആന്റിബോഡീസ്. സോ അതിനു മുമ്പ് അപ്പൊ നമ്മൾ സൂക്ക് പകരം വെറും ചേർത്താം, യു ചേർത്താൽ മതി. മാബിന് മുമ്പ് യു ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂമനായി സംഭവം. ഓക്കെ, പേരുകൾ എക്സാമ്പിൾ ഉസ്റ്റെക്കി എന്നെഴുതാം. ഉസ്റ്റെക്കി ഉണ്ട്. ഉസ്റ്റെക്കിനുമാബ് എന്ന് പറയുമ്പോൾ യു ഉണ്ടെങ്കിൽ ഹ്യൂമൻ ആണെന്നാണ്. അഡാലി മു മാബ്, യു ഉണ്ട്. ഗോലി ഒരെണ്ണം കൂടെ എഴുതാം, ഗോലി മു മാബ്. ഓക്കെ, സോ അപ്പോൾ O നമ്മൾ മ്യൂറൈൻ ആണെന്ന് പറഞ്ഞു, XI നമ്മൾ കൈമറിക് ആണെന്ന് പറഞ്ഞു, സൂ ആണെങ്കിൽ ഹ്യൂമനൈസ്ഡ് ആണെന്ന് പറഞ്ഞു, ആൻഡ് യു ആണെങ്കിൽ ഹ്യൂമൻ ആണെന്ന് പറഞ്ഞു. സോ ഇതെല്ലാം നമ്മൾ പറഞ്ഞത് സോഴ്സ് എവിടെ നിന്ന് കിട്ടുന്നു എന്ന പേര് പറഞ്ഞിട്ടാണ്. അപ്പൊ അത് നമുക്കറിയാം, അലർജി അന്നത്തെ കാലത്ത് അലർജിയാണോ പ്രശ്നം, അതായിരുന്നു ഉദ്ദേശം. പക്ഷെ സോഴ്സ് റിലേറ്റഡ് പേര് കണ്ടുകഴിഞ്ഞാൽ പുസ്തക്കിനുമാബ് എന്തിനു ഉപയോഗിക്കുന്നു എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അഡാലിമുമാബ് എന്തിനു ഉപയോഗിക്കുന്നു. സോ അതും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും ഏറ്റവും അവസാനിക്കുന്നത് മാബാണ്. അതിനു മുമ്പ് സോഴ്സിന്റെ ഒരു അക്ഷരം രണ്ടക്ഷരമാകാം, ഒരക്ഷരമാകാം. സോ ഇതിനു മുമ്പ് രണ്ട് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ ടാർജറ്റ്. സോ ദിസ് ഡിനോട്ട്സ് ദ ടാർജറ്റ്. എവിടെ എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് പിടികിട്ടുക. ഉദാഹരണം ഇവിടെ നമ്മൾ ടു എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് ഫോർ ട്യൂമർ എന്നാണ്. ടു മാബ്, ടു സുമാബ് എന്നൊക്കെ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ LI ലിം എൽ അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുകയാണെങ്കിൽ ദാറ്റ് ആർ ഫോർ ലിംഫോസൈറ്റ് എന്നാണ്. അപ്പോൾ ചിലപ്പോൾ ക്യാൻസറിന് ഉപയോഗിക്കുന്നത് നമ്മൾ ലിംഫോസൈറ്റിനൊക്കെ ഉപയോഗിച്ചേക്കാം എന്നുള്ള പ്രശ്നമുണ്ട്. CI ആണെങ്കിൽ സർക്കുലേറ്ററി ഡിസോർഡേഴ്സ് ആണ്, ടോക്സ് ആണെങ്കിൽ ടോക്സിൻസ് ആണ്, OS ആണെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് ആണ്, VI ആണെങ്കിൽ വൈറസ് ആണ്, ബാക്ക് ആണെങ്കിൽ ബാക്ടീരിയൽ ഡിസീസ് ആണ്, PR ഫോർ പ്രോസ്റ്റേറ്റ്. സോ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഓരോ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഓരോന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ നമ്മൾ മാബ് ഇവിടെ എഴുതുന്നു, മാബ് ഉണ്ട്, പിന്നെ ഇപ്പുറത്ത് ഒരു അക്ഷരം ഉണ്ടോ ഇല്ലയോ കുഴപ്പമില്ല. ഇനി നമുക്ക് ഇവിടെയാണ് ചേർക്കേണ്ടത് അല്ല, ഇവിടെ. ഉദാഹരണം നമുക്ക് ആദ്യം A വെച്ചിട്ട് പറയാം. സോ ഇഫ് യു ആർ യൂസിങ് അനിബി എന്നുള്ള വാക്കാണ് ഇവിടെ എന്ന് വിചാരിക്കും. അനിബി ആണെങ്കിൽ അത് ആൻജിയോജെനിസിസ് ഇൻഹിബിറ്റർ ആണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ റാണി ബി സുമാബ്. ഓക്കെ, അനിബി ദാറ്റ് മീൻസ് ആൻജിയോജെനിസിസ് ഇൻഹിബിറ്റർ. ഇനി ബി വെച്ചിട്ടാണെങ്കിൽ ബാക്ടീരിയൽ അല്ലെ, ബാക്ക് എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അതിന് എക്സാമ്പിൾ റാക്സി, ബാക്ക് എന്ന് എഴുതുക, ബാക്കുമാബ്. ഇവിടെ ബാക്ക് ഉണ്ട്, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഫോർ ബാസിലസ് ആന്ത്രാസിസിനെതിരെയുള്ള ഒരു ടോക്സിൻ, അതിനെതിരെയാണ്. ഇപ്പൊ ടോക്സ് എന്ന് ചേർത്ത് തന്നെ ബാസിലസ് ആന്ത്രാസിസിന് വരുന്നുണ്ട്. അതിന്റെ പേര് ഒബിൽ ടോക്സ്
ആക്സിമാബ് എന്ന്, ഉബിൽടോക്സ് ആക്സിമാബ്, ആ ടോക്സ് തന്നെ വരുന്നുണ്ട്. ഇനി വീണ്ടും മാബ് എന്ന് എഴുതിയേക്കാം, മാബ്, ദെൻ ഇവിടെ ഒരു അക്ഷരം, ദെൻ ഇവിടെ CI ആണെന്ന് വിചാരിക്കുക, CI അല്ലെങ്കിൽ C. ഇതാണെങ്കിൽ സർക്കുലേറ്ററി ഡിസീസ് ആണ്. ഉദാഹരണം അബിസിക്സിമാബിന് CI ഉണ്ട്. സോ ദിസ് ഈസ് സർക്കുലേറ്ററി ഡിസീസിനുള്ളതാണ്, പ്ലേറ്റ്ലെറ്റിനെതിരെയുള്ളതാണ്. ബെവാസിസുമാബ് VEGF-ന് എതിരായിട്ടുള്ളതാണ്. ദെൻ ബ്രോലു സിസുമാബ്, ഇത് ഏജ് റിലേറ്റഡ് മാക്കുലാർ ഡീജനറേഷൻ, കണ്ണിലൊക്കെ ഉള്ള പ്രശ്നം, ബ്ലഡ് വെസൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പൊ CI ആണെങ്കിൽ സർക്കുലേറ്ററി. ഇനി ഇതേപോലെ KI, കിൻ, അങ്ങനെയൊക്കെ ഉള്ള ഇതിൽ പലതും ഇപ്പം ഇല്ല കേട്ടോ, എങ്കിലും കാരണം ഇത് 2009 മാറ്റി, പിന്നെ 2017 മാറ്റി, അപ്പൊ അതിനിടയിൽ വരുന്നതാണ്. സോ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എല്ലാം തന്നെ ഇന്റർലൂക്കിൻസിനെതിരായിട്ടുള്ളതാണ്, മിക്കവാറും 17, 23 ഇന്റർലൂക്കിൻ 17-നെതിരെയുള്ള. ഓക്കെ, അപ്പോൾ ഉദാഹരണം പറഞ്ഞാണെങ്കിൽ സെക്കുകിനുമാബ് എന്ന് വെച്ചാൽ ഇന്റർലൂക്കിൻ 17-നെതിരായിട്ടുള്ളതാണ്. ഉസ്റ്റക്കിനും നമ്മൾ നേരത്തെ കണ്ടാണ്, ഉണ്ട്, ഇത് ഇന്റർലൂക്കിൻ 23-നെതിരാണ്. ദെൻ പിന്നെയുള്ള ഒരെണ്ണം അതും 20. ഇതെല്ലാം സോറിയാസിസ്, പ്ലേക്ക് സോറിയാസിസിന് എതിരുള്ളതാണ്. ഇനി ഏറ്റവും ഫേമസ് ഈ ഗ്രൂപ്പിലുള്ളത് ഇതാണ്, ലിമ്മൊക്കെയാണ്, ലിന്നൊക്കെ. സോ വലിയ ഗ്രൂപ്പാണ്, ലിംഫോസൈറ്റ്സ് ഓർ WBCക്ക് എതിരാണ്. സോ ഇത് ഇമ്മ്യൂണോ സപ്രസന്റ് ആകാം, ചിലപ്പോൾ ക്യാൻസറിനാകാം, പല ആക്ടിവിറ്റി ഉണ്ട്. ഉദാഹരണം TNF ആൽഫ ഇൻഹിബിറ്റേഴ്സ് നമ്മൾ പറയുകയാണെങ്കിൽ അഡാലി, LI വന്നു, മുമാബ്, അഡാലി മുമാബ് ആണ്. ഓക്കെ, ദെൻ സെർട്ടോലിസുമാബ്, ഓക്കെ, ലി വന്നു. ബെലി ഉണ്ട്, ബെലി മുമാബ്, ബെലി LI വന്നു. ഇൻഫ്ലി നമ്മൾ നേരത്തെ കണ്ടാണ്, ഇൻഫ്ലിക്സിമാബ്, ഓക്കെ, ഗോലി മുമാബ്. ഓക്കെ, സോ ഇതെല്ലാം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ക്രോൺ ഡിസീസ്, സോറിയാസിസ്, അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ എല്ലാം ലിംഫോസൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പൊ ബെലി ഞാൻ പറഞ്ഞത് ബെലി ഈസ് ഫോർ SLE-ക്കുള്ളതാണ്, ഇതിനുള്ളതല്ല. ദെൻ ഇപ്പിലി ഉണ്ട്, ഇപ്പിലി ഫേമസ് ആണ്. ഇപ്പിലി മുമാബ് എന്ന് പറയുന്ന മരുന്ന്, ലീ ഉണ്ട്, അപ്പൊ ലിംഫോസൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇമ്മ്യൂൺ ചെക്ക് പോയിന്റ് ഇൻഹിബിറ്റർ, ആന്റി ക്യാൻസർ മരുന്നാണ്, ലിംഫോസൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഇമ്മ്യൂണിറ്റി, ലിംഫോസൈറ്റ്, ക്യാൻസർ, അങ്ങനെയൊക്കെ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ എന്താ പറയാ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് LI വരുന്നത്. ഒരുപാട് മരുന്നുള്ള ഗ്രൂപ്പാണ് LIL ഒക്കെ ഉള്ളത്. ഇനി അസുഖം സെൻട്രൽ നെർവസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ, നെർവസ് സിസ്റ്റം മരുന്നുകളാണെങ്കിൽ നമ്മൾ ചേർക്കുക NE ആയിരിക്കാം അല്ലെങ്കിൽ N ആയിരിക്കും. ഉദാഹരണം എഴുതുകയാണെങ്കിൽ എറിനുമാബ് എന്ന് പറയുന്ന മരുന്ന്, വേറെണ്ണം കൂടി എഴുതിയേക്കാം, എപ്റ്റിനെസുമാബ്. ഇത് രണ്ടും ആന്റി മൈഗ്രെയിൻ ആണ്, ആന്റി മൈഗ്രെയിൻ മരുന്നാണ്. ഇപ്പൊ പുതിയതായിട്ട് ജെൽകാനുസുമാബ് വന്നു, ദെൻ ഫ്രമാനിസുമാബ്, ഇങ്ങനെയൊക്കെയുള്ള പുതിയ മരുന്നുകളും ആന്റി മൈഗ്രെയിൻ അവൈലബിൾ ആണ്. ദെൻ വേറൊരു അസുഖം പറയുകയാണെങ്കിൽ നു ആണ് ഇവിടെ, നുമാബ്, അടുക്കാനുമാബ്. ആൻഡ് വേറെണ്ണം പറയുകയാണെങ്കിൽ ലെക്കാനിമാബ്, നൂവും നീ ആണ് വന്നിരിക്കുന്നത്. ഇത് രണ്ടും അൽഷീമേഴ്സിൽ ഉപയോഗിക്കുന്ന മോണോക്ലോണൽ ആന്റിബോഡിയാണ്. ഇനി OS ചേർക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഓസ്റ്റിയോപോറോസിസ്, ബോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള അങ്ങനെ മരുന്ന്. എക്സാമ്പിൾ ഡെനോസുമാബ് ആണ്, ഡെനോസുമാബ്. OS ഈസ് ഫോർ ഓസ്റ്റിയോപോറോസിസ് ആണ്. ദെൻ PR ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രോസ്റ്റേറ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാപ്രോമാബ്, ചെറിയ പേരാണ്. PR ഓസ്റ്റിയോപോറോസിസ് ആയിട്ട് ബന്ധപ്പെട്ടു. ഇനി ക്യാൻസറിനാണോ അല്ലയോ എന്ന് പ്രത്യേകം, ക്യാൻസറിന് ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധമില്ല, ക്യാൻസർ മാത്രമാണെങ്കിൽ അതിൽ നമ്മൾ ചേർക്കുക 2 അല്ലെങ്കിൽ ട ആയിരിക്കും. ഏറ്റവും ഫേമസ് സെറ്റുസിമാബ്, വെരി ഫേമസ് ആണ്, 2 ഉണ്ട്. പാനിറ്റുമുമാബ്, 2 ഉണ്ട്, ക്യാൻസർ. ട്രാസ്റ്റുസുമാബ് വളരെ ഫേമസ് മരുന്നാണ്, ട്രാസ്റ്റുസുമാബ്, ബ്രസ്റ്റ് ക്യാൻസറിന് HER2-നെതിരായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ്. ഓക്കെ, സോ 2 ഉണ്ട്, ക്യാൻസറിനെതിരെ ഉപയോഗിക്കുന്ന മരുന്നാണ്. ടോക്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ടോക്സിൻസ് ആണെങ്കിൽ, ടോക്സോയിഡ് ആണെങ്കിൽ, ഉദാഹരണം ബെസ്ലോ എഴുതുക, ടോക്സുമാബ്. ഓക്കെ, ക്ലോസ്ട്രിഡിയം ഡെഫിഷ്യൽ, അതിനൊക്കെതിരായിട്ട് ഉപയോഗിക്കും. എൻട്രോടോക്സിൻ, അതിനെതിരായിട്ടുള്ള എൻട്രോടോക്സിൻ B. ദെൻ VI ആണെങ്കിലും, VI വൈറസിനെതിരെ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഓൾറെഡി ഒരു എക്സാമ്പിൾ നേരത്തെ എഴുതി, പാലിവിസുമാബ്. VI ഈസ് ഫോർ ക്യാൻസർ, അത് റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസിനെതിരായിട്ടുള്ളതാണ്. ഇനി രണ്ടെണ്ണം കൂടി എഴുതണമെങ്കിൽ അൻസുവിമാബ് ഉണ്ട്, ദെൻ അറ്റോൾട്ടിവിമാബ്. ഇത് രണ്ടും എബോള വൈറസിനെതിരെയുള്ള. സോ VI കണ്ടു കഴിഞ്ഞാൽ വൈറസിനെതിരെയുള്ളതാണെന്ന്. ഇനി ഈ മരുന്നുകൾക്കൊപ്പം നമ്മൾ മറ്റു മരുന്നുകൾ കൂടി ചിലപ്പോൾ ചേർക്കേണ്ടി വരും. ഉദാഹരണം പറഞ്ഞാണെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയ ഇബ്രീറ്റുമോമാബ്, അതിനൊപ്പം ഒരു മരുന്നാണ് ടിയുസെറ്റാൻ എന്ന് പറയുന്ന മരുന്ന്, അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം അഡോൾ ട്രാസ്റ്റുസുമാബ്. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാസ്റ്റുസുമാബിന്റെ ഒരാളാണ് അഡോൾ ട്രാസ്റ്റുമാബ്. അതിന്റെ ഒപ്പം തന്നെ എംടാൻസിൻ എന്ന് പറയുന്ന ചേർക്കുകയെന്നായിരിക്കും. അപ്പൊ അത് കോൺജുഗേറ്റ് ആണ്. സോ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ ഈ സാധനം മരുന്ന് അവിടെ എത്തിക്കാനായിട്ടുള്ളതായിരിക്കാം ചിലപ്പോൾ
ചിലപ്പോൾ അതിൻ്റെയും കൂടി പേര് കൂടി ചേർക്കേണ്ടി വരും. 2007 ഇനിയിപ്പോൾ വന്നത് ഇപ്പോൾ ഈ ഒരു മരുന്ന് ഇറങ്ങാന്ന് വരും, സുമാബ് അവസാനിക്കാന്ന് വരും. അത് ജനറിക് ആണെന്ന് വിചാരിക്കാം. ഒരു 4 ലെറ്റർ വാക്കുകൾ നമ്മൾ ജനറിക്കിനൊപ്പം ABCD എന്നോ എന്തെങ്കിലും ജനറിക് ആണെന്ന് സൂചിപ്പിക്കാനായിട്ട് ഒരു 4 ലെറ്റർ വാക്കുകൾ കൂടി ചേർക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ പുതുതായിട്ട് വരുന്നതിന് സോഴ്സ് കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിർദ്ദേശം. ദാറ്റ് മീൻസ് ഈ സൂ എന്നതോ O എന്നോ XI അതൊന്നും ഇപ്പോൾ ആവശ്യമില്ല. ഓക്കെ, നമുക്ക് അതിന്റെ യൂസ് മാത്രം മതി. മിക്കവാറും ഇപ്പം എല്ലാം വരുന്നതെല്ലാം തന്നെ യൂലായിരിക്കും അവസാനിക്കുക, കാരണം ഹ്യൂമൻ ആണ് ഫുള്ളി. അത് മതി. ഇതാണ് നമുക്ക് മോണോക്ലോണൽ ആന്റിബോഡീസിനെ പറ്റി പറയാനുള്ളത്. ഇപ്പോൾ മരുന്നുകളുടെ പേര് കേട്ട് പേടിക്കേണ്ട, ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മരുന്നുകൾ എന്തിനു ഉപയോഗിക്കുന്നതാണെന്നൊരു ഏകദേശ ധാരണ കിട്ടും. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.